സെക്സ് കഴിഞ്ഞിട്ടും സെമൻ പുറത്തേക്ക് വരാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓർഗാസം ഉണ്ടാകും, എന്നാൽ സെമൻ പുറത്തേക്ക് വരുന്നില്ല. ഇത് അപകടമാണോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന അവസ്ഥയെക്കുറിച്ചിട്ടാണ്. ഇത് സാധാരണയായി കാണുന്നത് പ്രമേഹ രോഗികൾക്ക്, പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്, ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട് നടക്കാവ്. ലൈംഗിക ബന്ധ സമയത്ത് സെമൻ പുറത്തേക്ക് വരാതെ മൂത്രാശയത്തിലേക്ക് തിരികെ പോകുന്ന അവസ്ഥയെയാണ് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഓർഗാസം ഉണ്ടാകുമ്പോൾ സെമൻ ടെസ്റ്റിസിൽ നിന്നും പുറത്തു വരണം. സാധാരണയായി ഓർഗാസം ഉണ്ടാകുന്ന സമയത്ത് ടെസ്റ്റിസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്പേം പുറത്തേക്ക് വരികയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഈ അവസ്ഥയുള്ള ആളുകൾക്ക് സെമൻ പുറത്തേക്ക് വരാതെ മൂത്രത്തിൽ കലർന്ന് അത് മൂത്രത്തിനോടൊപ്പം തന്നെ പുറത്തു പോകുന്ന അവസ്ഥയാണ് കാണാറുള്ളത്. ഇത് പ്രധാനമായും ഉണ്ടാവുന്നത് പ്രമേഹ രോഗികൾക്കാണെന്ന് പറഞ്ഞു. കാരണം അവരുടെ നെർവ് എൻഡിങ്സിനെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ ഈ സെമൻ പുറത്തേക്ക് വരാതെ വരും. അതേപോലെ തന്നെയാണ് പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലാഡറിൽ സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ ആ സമയങ്ങളിൽ ബ്ലാഡറിൽ ഉണ്ടാകുന്ന മസിൽസ് എല്ലാം ലൂസനായിട്ട് അവിടെ ഉണ്ടാകുന്ന ബ്ലാഡറിലെ നെക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് അത് പിന്നീട് സെമൻ വീണ്ടും ഉള്ളിലേക്ക് കയറി പോകുന്ന അവസ്ഥ വരാറുണ്ട്. ഇനി ചില മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് BP മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകളിലെല്ലാം പാർശ്വഫലമായിട്ട് ഈ ബ്ലാഡർ നെക്കിന്റെ ബ്ലോക്കേജ് വഴി റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ സംഭവിക്കാറുണ്ട്. കൂടാതെ സ്പൈനൽ കോഡിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നെർവ്സിനെ അത് ബാധിക്കുകയും പിന്നീട് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. പ്രധാനമായിട്ടുള്ള സിംറ്റംസ് ഇതിൽ ഓർഗാസം ഉണ്ടാകും, പക്ഷെ സെമൻ പുറത്തേക്ക് വരില്ല. അതിനെയാണ് നമ്മൾ ഡ്രൈ ഓർഗാസം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓർഗാസം ഉണ്ടെങ്കിലും സെമൻ പുറത്തേക്ക് വരാതിരിക്കുന്നത്, ഡ്രൈ ഓർഗാസം, ഇൻഫെർട്ടിലിറ്റി, അതുപോലെ ലൈംഗിക ബന്ധത്തിന് ശേഷം ഒഴിക്കുന്ന മൂത്രത്തിന് മങ്ങിയ നിറം കാണുന്നത്. പിന്നെ സാധാരണ ഈ സിംറ്റംസ് എല്ലാം പെയിൻലെസ് ആയിരിക്കും. എന്നാൽ ഇവർക്ക് സെക്ഷൽ പ്ലഷർ ഉണ്ടായിരിക്കും, എന്നാൽ സെമൻ പുറത്തേക്ക് വരില്ല എന്നൊരു സിംറ്റം മാത്രമാണ് പ്രധാനമായിട്ടും കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഇത്തരം ആളുകളുടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂറിൻ സാമ്പിളിൽ നമുക്ക് സ്പേമിന്റെ പ്രസൻസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു ജീവൻ നഷ്ടപ്പെടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു രോഗമല്ല. എന്നാൽ സെക്ഷൽ പവർ കുറയ്ക്കുന്ന ഒരു രോഗവുമല്ല. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് കൺട്രോൾ ചെയ്താലും മതി. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, പിന്നെ മരുന്നുകളിലുള്ള മാറ്റമൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അവസ്ഥയെ നമുക്ക് ഒരു പരിധിവരെ മാറ്റിയെടുക്കാവുന്നതാണ്. സെക്സ് കഴിഞ്ഞ് സെമൻ കാണുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രോപ്പർ എക്സാമിനേഷനും അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.